അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇന്ന് ഓഗസ്റ്റ് 15. വിഭജനത്തിന്റെ ചോരപ്പാടുകൾ ചുവപ്പിച്ച അർദ്ധരാത്രിയിൽ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ മറ്റൊരു പുലരിയെ കൂടി നാം വരവേൽക്കുകയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ തുടങ്ങി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിലേക്ക് എത്തിച്ചേർന്ന 4 നൂറ്റാണ്ടിലധികം നീണ്ടുനിന്ന വൈദേശികാധിപത്യത്തിൽ നിന്നും ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയതിന്റെ ചരിത്രമാണ് സ്വാതന്ത്ര്യദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ബഹദൂർ ഷാ സഫർ മുതൽ തുടങ്ങി സുഭാഷ് ചന്ദ്രബോസും ഗാന്ധിജിയും അംബേദ്കറും നെഹ്റുവും ആസാദും വരെ നീണ്ട നിരയുടെ സായുധവും അല്ലാത്തതുമായ നിരവധി പോരാട്ടങ്ങളുടെ ഫലമായി സാധ്യമായ സ്വാതന്ത്ര്യത്തിന്റെ പിന്നോട്ടുള്ള ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന നമുക്ക് 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈനയെ പോലെ ആവാൻ കഴിഞ്ഞില്ലെങ്കിലും നാം നേടിയെടുത്ത പുരോഗതി കുറച്ച് കണ്ടുകൂടാ. മനുഷ്യ വിഭവശേഷി, വിദ്യാഭ്യാസം, ശാസ്ത്രം, സാമ്പത്തികം, പ്രതിരോധം, ആരോഗ്യം, റോഡ്, റെയിൽ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ പല മേഖലകളിലും കാര്യമായ പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടാണ് ചൈന പുരോഗതിയുടെ പടവുകൾ കയറിയതെങ്കിൽ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ജനാധിപത്യത്തിന്റെ സ്വതന്ത്രവായു ശ്വസിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോയത്. പക്ഷേ ഇന്ത്യയെ ഇപ്പോഴും കാർന്നു തിന്നുന്ന 2 ഘടകങ്ങൾ വർഗീയതയും അഴിമതിയുമാണ്. നാം നേടിയ പുരോഗതികളെ മുഴുവൻ നിഷ്പ്രമമാക്കാൻ കഴിയുന്ന രീതിയിൽ അവ രണ്ടും വളർന്നുകൊണ്ടിരിക്കുന്നു. അവയിൽ ഏതെങ്കിലും ഒന്നിനോട് രാജിയാവാതെ നിലനിൽപ്പില്ല എന്ന അവസ്ഥയിലാണ് രാഷ്ട്രീയ രംഗം. ലോകത്ത് നടന്ന രാഷ്ട്രീയ മാറ്റങ്ങളുടെ ചുവടുപിടിച്ച് അഴിമതിക്കെതിരെ പുതിയ തലമുറ രംഗത്ത് വന്നെങ്കിലും അതൊക്കെ താൽക്കാലിക പ്രതിഭാസമായി അവസാനിക്കുകയായിരുന്നു. ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അഭാവമാണ് പലപ്പോഴും ഇവയുടെ വളർച്ചയ്ക്ക് നിദാനം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നതിൽ മുന്നിൽ നിൽക്കേണ്ട ഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്നവരെന്ന് അവകാശപ്പെടുന്നവർ വർഗീയതയുടെ വിത്ത് വിതച്ച് അധികാരം നേടിയെടുക്കുന്ന ദുരവസ്ഥയാണ് നാം അഭിമുഖീകരിക്കുന്നത്. ദിവസവും നമ്മെ തേടിയെത്തുന്ന അതിക്രൂരമായ ബലാത്സംഗത്തിന്റെയും മാനഭംഗത്തിന്റെയും കഥകൾ ഇന്ത്യയുടെ തന്നെ മാനം ഭംഗപ്പെടുത്തിയിരിക്കുന്നു. ഇരകൾക്ക് കുടപിടിക്കേണ്ടവർ വേട്ടക്കാർക്ക് ചൂട്ടുകത്തിക്കുന്നു. തീവ്രവാദത്തിന്റെ പേരിൽ ന്യൂനപക്ഷ വിഭാഗത്തിലെ ചെറുപ്പക്കാരെ അന്യായമായി തടങ്കിലിട്ട് പീഡിപ്പിക്കുകയും വ്യാജ ഏറ്റുമുട്ടലുകളിലൂടെ അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംസ്കാരം തന്നെ വളർന്നു വരുന്നു. വിദ്യ നുകരേണ്ടതിനു പകരം കൽക്കരി പാടങ്ങളിലും ഫാക്ടറികളിലും ഹോമിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് ബാല്യങ്ങൾ, അന്തിയുറങ്ങാൻ ഒരു ചായ്പ പോലുമില്ലാത്ത അരപ്പട്ടണിയും മുഴുപട്ടണിയുമായി ജീവിതം തള്ളി നീക്കുന്ന ലക്ഷങ്ങൾ, വൈദ്യുതി വെളിച്ചം ഇനിയും കണ്ടിട്ടില്ലാത്ത ഇന്ത്യൻ ഗ്രാമങ്ങൾ, ഇന്ത്യയുടെ മറ്റൊരു മുഖം അങ്ങനെ നീണ്ടുപോകുന്നു. രാഷ്ട്രീയക്കാരെ മാത്രം കുറ്റപ്പെടുത്തുന്നതിലോ ഉത്തരവാദിത്വം അവരിൽ മാത്രം ചാർത്തുന്നതിലോ അർത്ഥമില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഭാഗധേയം ചെയ്യാനുണ്ട്. സ്വയം മാറുന്നതുവരെ ഒരു സമൂഹത്തെയും അല്ലാഹു ജല്ല ജലാലുഹു മാറ്റുകയില്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. സാമൂഹിക മാറ്റത്തിന് നമുക്കാവുന്നത് ചെയ്യാൻ നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രതിജ്ഞയെടുക്കാം. അല്ലാഹു രാജ്യത്ത് സമാധാനവും സന്തോഷവും ഐക്യവും മതമൈത്രിയും വളർച്ചയും ഉയർച്ചയും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.